സോ ഹലോ ഗൈസ്, ഇത് വളരെ ബേസിക്സ് മാത്രം പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ്. അതായത് ട്രേഡിങ്ങിലോട്ട് പുതുതായിട്ട് വരുന്നവർക്ക് നമ്മുടെ സ്ട്രാറ്റജിക്ക് ആവശ്യമായിട്ടുള്ള വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഫോറക്സിനെ കുറിച്ചും മറ്റ് ബേസിക്സും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ മുതൽ കണ്ടു തുടങ്ങാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂബി ആയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്ത് പറയാൻ പോകുന്നതിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഫോറക്സ് മാർക്കറ്റ്. അതായത് ഈ ഒരു ബൈ ചെയ്യുക, അതേപോലെ സെൽ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതിന് നമ്മളൊരു പ്ലോട്ട് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഫോറക്സ് എന്നുള്ളത് ഒരു പ്ലോട്ട്, ഒരു സ്ഥലമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു പ്ലോട്ട് നിങ്ങൾ വാങ്ങാണ്. അതായത് ഒരു 5 ലാഖിന് നിങ്ങൾ ഒരു പ്ലോട്ട് വാങ്ങുമ്പോൾ, അതായത് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ആ ഒരു സ്ഥലത്തിന് വില കൂടുന്നുള്ള നിങ്ങൾക്കൊരു ബോധ്യം വേണം. ഓക്കെ, ആ ഒരു സ്ഥലത്തിന് ഫ്യൂച്ചറിൽ വില കൂടും, അത് നല്ലൊരു ഏരിയ ആയിരിക്കും, അതുകൊണ്ട് ആ പ്ലോട്ടിന് ഫ്യൂച്ചറിൽ വില കൂടാൻ സാധ്യതയുണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു പ്ലോട്ട് വാങ്ങിയിട്ട് വില കൂടുന്ന ടൈമിൽ നിങ്ങൾ വിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള പ്രോഫിറ്റ് എത്രയായിരിക്കും? 5 ലാഖ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ബൈ എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഒരു ട്രേഡിംഗിൽ വർക്ക് ചെയ്യുന്നത്. അത്രയും സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു പ്ലോട്ട് ഫോറക്സിന് പകരം പ്ലോട്ട് ആക്കി കൺസിഡർ ചെയ്താൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി പറയുന്നില്ല. ഓക്കെ, ഈ ഒരു രീതിക്ക് മാത്രം മനസ്സിലാക്കിയ. പക്ഷെ ഇനി സെല്ല് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ക്യാഷ് കിട്ടുക എന്നുള്ള കുറെ പേർക്ക്, പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. സോ നമ്മളെ കയ്യിലുള്ള ഒരു ഭൂമി, ഓക്കെ, നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട്, ഓക്കെ, ആ ഒരു പ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം. ഓക്കെ, സോ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭൂമി നല്ല ഹൈ വാല്യൂവിൽ നിൽക്കുന്ന ടൈമില്, നല്ല ഏരിയയിലായിരുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മുടെ റോഡ് സൈഡിലൊക്കെ നല്ലൊരു പ്ലോട്ട് ആണ്, ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും സിമ്പിൾ ആക്കിയിട്ട് പറയുന്നത്. സോ നമ്മളെ ഒരു റോഡ് സൈഡിലൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്ലോട്ട്, ഒരു വീടാണെന്ന് വെച്ചോ, ആ വീട് എന്താ ചെയ്യുക, നിങ്ങൾ വിൽക്കുകയാണ്. ഓക്കെ, 10 ലാക്സിന് നിങ്ങൾ ആ വീട് വിറ്റു. ദെൻ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അവിടെ എന്താ ഹൈവേ വരും. സോ അതിന്റെ ഭാഗമായിട്ട് ആ വീട് പൊളിച്ചു പോകും, അതേപോലെ പ്ലോട്ടിന് വില കുറയും, റോഡ് വരുന്നതിന്റെ ഭാഗമായിട്ട് പ്ലോട്ട് വില കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്ലോട്ട് തിരിച്ചു വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു ഏതോ ഒരു കാരണത്താൽ അതിന്റെ ആ ഒരു പ്ലോട്ടിന് വില കുറയും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്തു, അതേ ആ ഒരു ഓൾറെഡി നല്ല റേറ്റിലുള്ള ടൈമിൽ എന്ത് ചെയ്തു, ആ ഒരു വീട് 10 ലാക്സിന് നിങ്ങൾ വിറ്റു. പിന്നെ വില കുറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ പോയിട്ട് ആ ഒരു വിറ്റ ആളുടെ കയ്യിൽ നിന്നും നിങ്ങൾ കുറഞ്ഞ വിലക്ക്, അതായത് ഓൾറെഡി ആ ഒരു സ്ഥലത്തിന് ഇപ്പൊ മുമ്പത്തെ ആ ഒരു പ്ലോട്ടിനുള്ള ആ ഒരു റേറ്റ് കിട്ടൂല. സോ നിങ്ങൾ എന്ത് ചെയ്തു, 10 ലാക്സിന് നിങ്ങൾ വിറ്റ വീട് നിങ്ങൾ എന്ത് ചെയ്തു, 5 ലാക്സിന് തിരിച്ച് നിങ്ങൾ തന്നെ എടുത്തു. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ലാഭം? 5 ലാക്സ് നിങ്ങൾക്ക് അവിടെയും പ്രോഫിറ്റ് കിട്ടി. കാരണം നിങ്ങൾ വിറ്റത് 10 ലാക്സിനാണ്, നിങ്ങൾ തിരിച്ചെടുത്തതോ സെയിം പ്രോപ്പർട്ടി, അതായത് നിങ്ങൾ വിറ്റ സെയിം പ്രോപ്പർട്ടി നിങ്ങൾ തിരിച്ചെടുത്തത് 5 ലാക്സിന്. സോ അതിന്റെ ആ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 5 ലാക്സ് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ആണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ വരികയും ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് 5 ലാക്സ് പ്രോഫിറ്റ്സും കിട്ടുകയും ചെയ്തു. സോ ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് വെച്ച് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി ഫോറക്സ് ബൈ ചെയ്യാന്ന് പറഞ്ഞു. ബൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, അതേപോലെ സെൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് വെച്ച് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ക്യാൻഡിൽസിനെ കുറിച്ചാണ്. മാർക്കറ്റിൽ 2 ടൈപ്പ് ക്യാൻഡിൽസ് ആണ് ഉണ്ടാവുക, ബുള്ളിഷ് ക്യാൻഡിൽ ആൻഡ് ബെയറിഷ് ക്യാൻഡിൽ. സോ ഓരോ ക്യാൻഡിലിനും ഈ 2 ക്യാൻഡിലിനും ഫോർമേഷന് ഒരു ചെറിയ മാറ്റമുണ്ട്. സോ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ കളറിന് ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പല ചാർട്ടിലും പല രീതിയിലുള്ള കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ആ ഒരു ഫോർമേഷൻ ആണ് ഇമ്പോർട്ടൻസ്. അത് ബുള്ളിഷ് ക്യാൻഡിൽ ആണോ ബെയറിഷ് ക്യാൻഡിൽ ആണോ നോക്കാൻ ഗ്രീൻ കളർ റെഡ് കളർ നോക്കിയിട്ടല്ല, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ അതിന്റെ ഫോർമേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ക്യാൻഡിൽ ഫോം ആയത്, ഇപ്പോ ഈ ഒരു ക്യാൻഡിൽ ഇതാണ്, ഈ ഒരു രീതിക്കാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെയാണ് ഈ ഒരു ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. സോ ഈ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ആദ്യം മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിന്റെ താഴോട്ട് വരും. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിന്റെ ഫോർമേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ഇവിടെ ഓപ്പൺ ആയി, പിന്നെ ലോ വരെ വന്നിട്ട് ദെൻ എക്സ്ട്രീം വരെ ഒന്ന് പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, ആ ഒരു പ്രോസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആവുക, ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആവും, അതാണ് ഇവിടെ ഇതിങ്ങനെ വെച്ചാൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ, അതായത് ഇവിടെ ഓപ്പൺ ആയി മാർക്കറ്റ് താഴോട്ടൊന്ന് വരും, ദെൻ മുകളിലോട്ട് പോയിട്ട് എക്സ്ട്രീം ഹൈ വരെ പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഇതാണ് ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ. അതായത് ഇവിടെ ഓപ്പൺ ആവും, ഇവിടെ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ, പിന്നെ താഴെ വരെ ഒന്ന് വരും, ദെൻ എക്സ്ട്രീം വരെ ഒന്ന് പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്, അതാണ് ബുള്ളിഷ് ക്യാൻഡിലിന്റെ ആ ഒരു ഫോർമേഷൻ.
സോ വിക്ക് ആൻഡ് ബോഡി, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാവുന്ന രണ്ട് പാർട്സ് ആണ് അത്. ഓക്കെ, വിക്കും ബോഡിയും. സോ ഈ ഒരു രണ്ട് ലെഗ് പോലെ കണ്ടില്ല, രണ്ട് ലൈന് പോലെ രണ്ടറ്റത്തും. ഓക്കെ, ചില വിക്ക് ചില ടൈമിൽ രണ്ട് സൈഡിലും ഉണ്ടാവണമെന്നില്ല, ഇങ്ങനെയും വരാം. ഓക്കെ, പല രീതിക്കും വരാം. ചിലപ്പോൾ വിക്ക് ഇല്ലാതെയും വരാം. ഇങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും ക്യാൻഡിൽസ്. ഓക്കെ, അപ്പോ നോർമലി ഒരു ക്യാൻഡിലിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ കാണിക്കുന്നത്. സോ ഇതിന് വിക്ക് എന്ന് വിളിക്കും നമ്മൾ. ഓക്കെ, ഈ ഒരു ലൈനിനെ നമ്മൾ വിക്ക് എന്ന് വിളിക്കും. വിക്സ്, രണ്ട് സൈഡിലുള്ള വിക്സ്. അതേപോലെ ഇതിനെ ബോഡി. ഓക്കെ, ഈ കളേർഡ് ഉള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ ബോഡി എന്ന് വിളിക്കും. ഓക്കെ, ഇതും ബോഡി, അതേപോലെ വിക്സ്, അത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഫോർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ നമ്മളിപ്പോ പറഞ്ഞു. ഇനി ബിയറിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ബിയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് ഇവിടെ ആയിരിക്കും. ബിയറിഷ് ക്യാൻഡിലാണ് താഴോട്ട് പോകുന്ന ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ താഴോട്ട് പോവാണെന്നാണ് ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകുന്ന ക്യാൻഡിൽ. ഓക്കെ, അപ്പോ ബിയറിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ, ഈ ഒരു രീതിക്ക് ഇവിടെ ഓപ്പൺ ആയി മേലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് പോയിട്ട് താഴോട്ട് എക്സ്ട്രീം ലോയിലോട്ട് പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന്റെ ഒരു ഫോർമേഷൻ. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ഓപ്പൺ ആവല്? ഇവിടെ ഈ ഒരു ഭാഗത്താണ് ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് വരിക. ഓക്കെ, ഇതിന് മുമ്പത്തെ ക്യാൻഡിൽ ക്ലോസ് ആയത് ഇവിടെ ആയിരിക്കും, ഇതിന്റെ നേരെ. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയ ക്യാൻഡിൽ ആദ്യം എങ്ങോട്ടാ പോവാ? ഓപ്പൺ ലോ. ആദ്യം ഈ ഒരു ലോ ഒന്ന് പോയിട്ട് പിന്നെ ഹൈ, എക്സ്ട്രീം ആയിട്ടുള്ള ഹൈയിലോട്ട് പോവും, പിന്നെ ക്ലോസ്. ഓക്കെ, അപ്പോ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷന്റെ കോഡ് എന്താണ്? ഓപ്പണിന് പോവും, ദെൻ ലോ പോവും, ഹൈ പോവും, ക്ലോസ്. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. അതാണ് ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ. സോ ബിയറിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഓപ്പൺ ആവും. താഴോട്ടാണ് നമ്മൾ ബിയറിഷ് പറഞ്ഞാൽ താഴോട്ട് പോകുന്ന ക്യാൻഡിലാണ്. സോ ഓപ്പൺ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക്, ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഏറ്റവും എക്സ്ട്രീമിലോട്ട് പോകും, ലോ വരെ പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, അപ്പൊ ഇതിന്റെ കോഡ് എങ്ങനെയാണ്? ഓപ്പൺ ഹൈ വരെ ജസ്റ്റ് ഒന്ന് പോകും, പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ലോയിൽ വരെ പോയിട്ട് ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് അടിച്ചിട്ട് ക്ലോസ് ആവും. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഓക്കെ, അതാണ് ബിയറിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ. സോ ഈ ഒരു ക്യാൻഡിൽസ് എന്താണെന്നുള്ളതിന് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. സോ അടുത്തത് പറയാൻ പോകുന്നത് ടൈം ഫ്രെയിംസിനെ കുറിച്ചാണ്. ടൈം ഫ്രെയിംസ് എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ കുറെ നമ്പർ കാണാൻ സാധിക്കും. എം എന്ന് പറഞ്ഞാൽ മന്ത്ലി, വീക്ക്ലി. ഈ ഒരു ആരോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പല രീതിക്കുള്ള ടൈം ഫ്രെയിംസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇവിടെ സ്റ്റാർ ഇട്ട് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫേവറേറ്റ്ലി. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ട്രാറ്റജിക്ക് ആവശ്യമായിട്ടുള്ള ടൈം ഫ്രെയിംസ് നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇപ്പൊ ഒരു വീക്ക്ലി എന്നുള്ളതിൽ ടാപ്പ് ചെയ്ത്, അപ്പൊ ഇതിൽ ഒരു ക്യാൻഡിൽ, അതായത് വീക്ക്ലി എന്നുള്ള ഇതിലാണ് നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാർട്ടിൽ കാണുന്ന ഒരു ക്യാൻഡിൽ നമ്മൾ ക്യാൻഡിൽസ് എന്താണെന്നുള്ളത് പഠിച്ചല്ലോ. സോ ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാൻ എടുക്കുന്ന ടൈം ഒരു വീക്ക് ആയിരിക്കും ഒരു ക്യാൻഡിലിന്. അപ്പൊ ഇത് കഴിഞ്ഞ വീക്കിലെ ക്യാൻഡിൽ ആയിരിക്കും. ഒരു വീക്കിൽ ഒറ്റ ക്യാൻഡിൽ മാത്രമേ ക്രിയേറ്റ് ആവുള്ളൂ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ സ്റ്റിൽ ക്രിയേറ്റിംഗ് ആണ്. ഓക്കെ, അത് ഫുൾ ആയിട്ടില്ല, ഇത് ക്ലോസ് ആയിട്ടില്ല. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഇനി ക്ലോസ് ആവാൻ 2 ദിവസവും 15 മണിക്കൂറും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇനിയിപ്പോ ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഈ ഒരു ക്യാൻഡിൽ, ഇത് ഇന്നലത്തെ ക്യാൻഡിലാണ്. ഇന്നലത്തെ ഒരു ഡേ ഫുൾ ആയിട്ടുള്ളതിന്റെ ക്യാൻഡിലാണ്. ഇത് ഇന്നത്തെ ക്യാൻഡിലാണ്, ഇന്ന് പുലർച്ചെ മുതൽ ഓപ്പൺ ആയ ക്യാൻഡിലാണ്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ ഇനി ക്ലോസ് ആയ എത്ര ടൈം ഉണ്ട്? 14 മണിക്കൂറും 42 മിനിറ്റും 48 സെക്കൻഡും. ഓക്കെ, അതാണ് ആ ഒരു രീതിക്കാണ് നമ്മൾ ക്യാൻഡിൽസിന്റെ ടൈം ഫ്രെയിംസ് നോക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഓരോ ക്യാൻഡിലും ഫോം ആയി വരുന്നതും 5 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ക്യാൻഡിൽ ഫോം ആയി വരുന്നത്. ഒരു 1 മിനിറ്റിൽ പോകുമ്പോൾ ഈ കാണാൻ സാധിക്കുക 30 സെക്കൻഡ്. ഇനിയിപ്പോ 30 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഫോം ആവും. ഓക്കെ, അപ്പോ ഈ ഓരോ ക്യാൻഡിലും ഫോം ആവുന്നതിന് എടുക്കുന്ന ടൈമാണ് നമ്മളിവിടെ നമ്മൾ 1 മിനിറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഇതിലെ ഒരു ക്യാൻഡിൽ ഫോം ആവാൻ ഈ ഒരു ചാർട്ടില് ഒരു ക്യാൻഡിൽ ഫോം ആവാൻ എടുക്കുന്ന ടൈം 1 മിനിറ്റ് ആയിരിക്കും. അതാണ് ഈ ഒരു ടൈം ഫ്രെയിം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ ഇല്ലേ, ഇതിന് നെക്സ്റ്റ് ഇപ്പുറത്തായിട്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ക്യാൻഡിൽ ഫോം ആവും. ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, ഇവിടെ ഇപ്പോ മറ്റൊരു ക്യാൻഡിൽ ഫോം ആയില്ലേ, അതാണ് പറയുന്നത് ഓരോ ക്യാൻഡിലും ഫോം ചെയ്യാൻ എടുക്കുന്ന ടൈം 1 മിനിറ്റ് ആയിരിക്കും. അതിപ്പോ നമ്മൾ 1 അവർ എന്നുള്ളതാക്കിയാൽ എന്തായിരിക്കും? 1 മണിക്കൂർ എടുക്കും. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം, ഇനി റിമൈനിങ് ആയിട്ടുള്ള ബാലൻസ് വരുന്ന കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന ടൈമാണ് ഇവിടെ ഈ ഒരു സൈഡിൽ കാണിക്കുക. ഓക്കെ, 41 മിനിറ്റും 40 സെക്കൻഡും. ഓക്കെ, ആ ഒരു ടൈം കൂടി കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി അടുത്ത 1 മണിക്കൂറിന്റെ ക്യാൻഡിൽ ഓപ്പൺ ആവും. ഓക്കെ, ആ രീതിക്കാണ് ടൈം ഫ്രെയിംസ് വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രെൻഡ് ആണ്. 3 രീതിക്കുള്ള ട്രെൻഡ് ആണ് മാർക്കറ്റിൽ ഉണ്ടാവല്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ
ഇതിപ്പോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർട്ടിൽ ഈ ഒരു ക്യാൻഡിൽ താഴോട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൗൺ ട്രെൻഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിപ്പോ ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് ഇങ്ങനെ പോകല്ലേ കാണുന്നത്. സോ ഇതിനെ അപ് ട്രെൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും അല്ലാതുള്ള ഒരു ട്രെൻഡാണ് സൈഡ് വൈസ് എന്ന് പറയും. ഓക്കെ, മൂന്നാമതായിട്ടുള്ള ഒരു സെക്ഷൻ, അതായത് മുകളിലോട്ടും അല്ല താഴോട്ടും അല്ല രീതിയിൽ ഒരു സ്ഥലത്ത് തന്നെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മാർക്കറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ നിന്ന് കണ്ട പോലെ മുകളിലോട്ടും അത്ര പുഷ് ചെയ്ത് പോയിട്ടില്ല, താഴോട്ടും അത്ര പുഷ് ചെയ്യുന്നില്ല. ആ ഒരു ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയും? സൈഡ് വൈസ് മാർക്കറ്റ് ആണെന്ന് പറയും. ഓക്കെ, ഇത് ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മൾ അപ് ട്രെൻഡ് മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, സോ ആ രീതിക്കാണ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിക്ക് ആവശ്യമായിട്ടുള്ള പല ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്താൽ കുറെ സ്ട്രാറ്റജീസ്, പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ചാൽ ICT സെഷൻ കിൽസ് ആണ്. ഓക്കെ, ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ബാക്കിയുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒറ്റ ഇൻഡിക്കേറ്റർ ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു ചാർട്ടിൽ. ഓക്കെ, സോ ബേസിക്കലി രണ്ട് രീതിക്കാണ് നമുക്ക് എൻട്രീസ് എടുക്കാൻ പറ്റുക. ഒന്ന് മാർക്കറ്റ് ഓർഡറും മറ്റേത് പെൻഡിങ് ഓർഡറും. അതായത് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ നിൽക്കണം ഈ ഒരു പൊസിഷൻ, നമ്മൾ എവിടെയാണോ മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ നമുക്ക് ട്രേഡ് എടുക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ഓർഡറിലാണ് കയറും. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ബൈ ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ബൈ ചെയ്തിട്ട് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ പോകുന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ലൈന് പിടിച്ചിട്ട് ഇവിടെ വരെ വെക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ ടാർഗറ്റ്, TP എന്ന് പറയും, ടേക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഇതുവരെ നമ്മൾ മാർക്കറ്റ് പോകുന്ന എക്സ്പെക്ടേഷനിൽ നമ്മൾ ഇവിടെ വെക്കുക. ഓക്കെ, ഈ കളേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല, ഇത് കളേഴ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയും, SL എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയ തെറ്റിയാലാണ് നമുക്ക് ലോസ് ആവല്. ഓക്കെ, നമ്മളിപ്പോ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? മാർക്കറ്റ് ഇവിടെ പോകുന്നല്ലേ. സപ്പോസ് ഈ ഒരു മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ $50 ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, $50 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ എത്തുമ്പോൾ നമ്മൾ $50 പോകും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ മുകളിലോട്ട് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അറിയാൻ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഇപ്പോ ഇവിടെ 1:2, ഇവിടെ അങ്ങനെ ഈ ഒരു 2 കണ്ടോ? ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ 2 എന്ന് കണ്ടോ? അപ്പോൾ ഇത് ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു ഏരിയ. ഈ ഒരു ഗ്രീൻ ഏരിയന്റെ ഡബിൾ ആയിരിക്കും, നേരെ ഡബിൾ ആയിരിക്കും, അതായത് ഈ ഒരു ഏരിയ വരുന്നത്. സോ ഈ ഒരു ഏരിയ നിങ്ങൾ റിസ്ക് ചെയ്യുന്ന ഏരിയ $50 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ എത്ര നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും? $100. ഓക്കെ, അതിന്റെ എത്രയാണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നത് അതിന്റെ നേരെ ഡബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സപ്പോസ് ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ 3, അതായത് 1:3 ആക്കി വിചാരിച്ചോ, ഇവിടെ 3 എന്ന് വെച്ചോ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഗ്രീൻ ഏരിയ നിങ്ങൾ റിസ്ക് ചെയ്യുന്ന $50 3 ഇരട്ടി ആയിരിക്കും ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ സപ്പോസ് മാർക്കറ്റ് നിങ്ങൾ വിചാരിച്ച പോലെ ഇവിടുന്ന് ഇവിടെ വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ $50 റിസ്ക് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ എത്ര ആയിട്ടുണ്ടാവും? $150 ആയിട്ടുണ്ടാവും ഡോളർ. ഓക്കെ, ആ രീതിക്കാണ് മാർക്കറ്റ് ഓർഡർ വർക്ക് ചെയ്യുന്നത്. സോ ഇനിയിപ്പോ പെൻഡിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? മാർക്കറ്റ് ഇവിടെ ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ആണല്ലോ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ, ഇവിടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്നിട്ട് വേണം മേലോട്ട് പോവാൻ. നിങ്ങളെ മാർക്കറ്റ്, നിങ്ങളെ അനലൈസ് അങ്ങനെയാണ്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് നേരെ പോകില്ല, ഇവിടെ കുറച്ചുകൂടി താഴോട്ട് വന്നിട്ടാണ് മേലേക്ക് പോകാനുള്ള സാധ്യത എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഡിങ് ഓർഡർ ഓൾറെഡി പെൻഡിങ്ങിൽ ഇട്ട് വെക്കാം ഓർഡർ. അതായത് ഇവിടെ വരുമ്പോൾ ആ ഒരു പെൻഡിങ് ഓട്ടോമാറ്റിക് ട്രിഗർ ആവും. ഓക്കെ, നിങ്ങളെ മാർക്കറ്റ് നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റർ ആവും. സോ അതിനുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്ര വെക്കേണ്ടതിനനുസരിച്ച് $50, $100 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലാണ് വെക്കേണ്ടി എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്കറ്റ് ഇവിടെ വരെ പോകുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചു കൊടുക്കാം. സോ ഇങ്ങനെ വെച്ചാൽ വൺസ് മാർക്കറ്റ് ഇവിടെ എത്തി ഇതിൽ ടാപ്പ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് മാർക്കറ്റിൽ കയറുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ മാർക്കറ്റ് നിങ്ങളിപ്പോ എക്സ്പെക്ട് ചെയ്യേണ്ട ഇതാണല്ലോ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണല്ലോ. സപ്പോസ് മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ട്രേഡിൽ എൻ്റർ ആയിട്ടില്ല. സോ മാർക്കറ്റ് എപ്പോഴാണോ ഇവിടെ എത്തി ഈ ഒരു ബോക്സിന്റെ ഈ ഒരു ഗ്രീനിലെ ഈ ഒരു ഏരിയയിൽ ടാപ്പ് ആവുന്നത്, ഇതായിരിക്കും നിങ്ങൾ എൻട്രി ട്രിഗർ ആവുന്നത്, നിങ്ങൾ എൻ്റർ ആവുന്ന ആ ഒരു ഓട്ടോമാറ്റിക് എൻ്റർ ആവുന്ന ഏരിയ. ഓക്കെ, സപ്പോസ് ഇനിയിപ്പോ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ നിങ്ങൾ എൻ്റർ ആയി
ഇങ്ങനെ മേലോട്ട് പോവാതെ നേരെ ഇവിടെ എൻ്റർ ആയി നേരെ താഴോട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ $50 റിസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ $50 നിങ്ങൾ പോകും. ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നേരെ ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും നിങ്ങൾക്ക്? ഈ ഒരു റിസ്ക് റിവാർഡ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതുമ്പോ ഇവിടെ 3 വെക്കുന്നത്, റിസ്ക് റിവാർഡ് റേഷ്യോ 3 വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ $50 ആണെങ്കിൽ $150 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഓർഡറും പെൻഡിങ് ഓർഡറും. സോ ഇനി നമ്മൾ ബേസിക് ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇത് നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സ്റ്റാർ ഇട്ട് വെക്കാൻ പറ്റും. ഇതിൽ തൊട്ടാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർ ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ സൈഡ് നോക്കണം. ബൈ ആണ് എടുക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ലോങ് പൊസിഷൻ എന്നുള്ള ടൂൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ സെല്ലാണ്, താഴോട്ടാണ് മാർക്കറ്റ് പോവാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? സെൽ സൈഡ്, അതായത് ഈ ഷോർട്ട് പൊസിഷൻ എന്നുള്ള അതേപോലുള്ള ഒരു സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, അതിലാണ് നമ്മൾ ഷോർട്ട് പൊസിഷന്റെ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബൈ എടുക്കാനും, ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബൈ എടുക്കുമ്പോഴും, അതേപോലെ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെൽ എടുക്കുമ്പോഴും. പിന്നെ ഇത് ഹൊറിസോണ്ടൽ റേ, അത് ജസ്റ്റ് ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യാനുള്ള ഒരു ടൂള്. ദെൻ നമുക്ക് ബോക്സസ് വരക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്കിങ്ങനെ ബോക്സസ് ഒക്കെ വരച്ച് മാർക്കപ്സ് ചെയ്യാനുള്ള ടൂള്, അതേപോലെ ലൈന് വരക്കാനുള്ള ടൂള്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് പിന്നെ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിന്റെ ഒരു ടൂൾ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആട്ടോ. ഇതിൽ ഓരോ ഇതിന്റെ നേരെയുള്ള ആരോ ടാപ്പ് ചെയ്താൽ ഇഷ്ടംപോലെ ടൂൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഇനിയും ഡൗട്ട്സ് ഒന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. 15effect.fx എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേജിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.